സലാമുണ്ടിട്ടാ പ്രിയപ്പെട്ടവരെ, സലാമുണ്ടിട്ടാ. ഈ മഴ കേരളം മുഴുവൻ കോരിച്ചൊരുതി പെയ്യാണ്. അതായത് ഇപ്പോൾ 2018 ആഗസ്റ്റ് മാസത്തിലെ 15-ാം തീയതി ആയിരുന്നില്ല സ്വാതന്ത്ര്യദിനം കിട്ടിയ അന്നായിരുന്നില്ല വെള്ളം കുതി ഒഴുകി വന്നത്. വെള്ളം വെറുതെ കുതി ഒഴുകി വന്നാലല്ല, ഈ ഡാമൊക്കെ തുറന്ന് വിട്ട് വെള്ളം ഒഴുകി പോകാൻ മാർഗ്ഗമില്ലാണ്ടായി കഴിഞ്ഞ ആളുകളൊക്കെ ശ്വാസം മുട്ടി നൂറുകണക്കിന് ആളുകൾ മരിച്ച് കേരളം മുഴുവൻ വെള്ളത്തിൽ മുങ്ങില്ല. ആ ഒരു ഓർമ്മയുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഇത് മഴ ഇങ്ങനെ നിർത്താതെ പെയ്യണ കാണുമ്പോൾ തോന്നുന്നത് ഇപ്പം എന്താണ് കോഴിക്കോട്, അതുപോലെ തന്നെ കോട്ടയത്ത്, പത്തനംതിട്ട, റാന്നി, കോന്നി, ആലപ്പുഴ, അപ്പർ കുട്ടനാട് എന്ന് വേണ്ട ഇവിടെ കേരളത്തിലെ 2-3 ജില്ല ഒഴികെ ബാക്കി എല്ലാ ജില്ലയിലും വെള്ളം. പണ്ട് സായിപ്പ് പറഞ്ഞ പോലെ വാട്ടർ ഇൻ എവരി വെയർ ബട്ട് നോട്ട് എ ഡ്രോപ്പ് ടു ഡ്രിങ്ക് എന്ന് പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തും വെള്ളമാണ്, കുടിക്കാൻ പറ്റണില്ല. അപ്പോൾ ഈ എന്തും സംഭവിക്കാമെന്നുള്ളൊരു ആകാംക്ഷയുടെ മുൻപിൽ തന്നെയാണ്, മുൻപ് തന്നെയല്ല, ചുറ്റും വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ അതിന് മുൻപ് എന്നാണല്ലോ പറയണത്. അപ്പോൾ ഈ ആകാംക്ഷയുടെ മുൻപിൽ ജനം ഇങ്ങനെ നട്ടം തിരിയുമ്പോഴും വേറെ ഇപ്പോൾ ഈ അന്തംകമ്മികൾ ഒരു പുതിയ വാർത്ത കൊണ്ടുവന്നിട്ടുണ്ടാ. വി.ഡി. സതീശൻ ഹെലികോപ്റ്ററിലേക്ക് കൂട്ടി എങ്ങനെ പോയെന്ന്. അതായത് പണ്ട് പിണറായി വിജയൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഹെലികോപ്റ്ററിൽ പറക്കാൻ വേണ്ടിയിട്ട് ഒരു 80 ലക്ഷം രൂപ പ്രതിമാസത്തിന് വാടകയ്ക്ക് ഒരു ഹെലികോപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആകെ 2-3 പ്രാവശ്യമായിട്ട് അതിന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 10 കൊല്ലം കൊണ്ട് ഇതിന് കൊടുത്ത് തീർത്ത കാശ് 50 കോടി രൂപയാണെന്ന്. 50 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഖജനാവിൽ പൂച്ച വെട്ടിയെടുക്കണ്. പൂച്ച എന്ന് പറഞ്ഞാൽ ഒരു പൂച്ചയല്ല, 9 പൂച്ച, അതിൻ്റെ കുഞ്ഞുങ്ങളും കൂടി 89 പൂച്ചകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നെറ്റിയമ്മ എടുത്ത് പോരാനിട്ട് 5-ൻ്റെ കാശ് ഈ ഖജനാവിലില്ല. ആ ഖജനാവിൽ നിന്നാണ് 50 കോടി രൂപ ഈ 10 വർഷം ഈ പുള്ളിക്കാരെ ഇങ്ങോട്ട് പരിച്ച് ഇറങ്ങി പോന്നപ്പോൾ ഈ വെറുതെ ഈ ചാലക്കുടിയിൽ അവിടെ അവർ എയർറോഡ്രോമിൽ കൊണ്ടുവന്നിട്ടേക്കണ ഈ ഹെലികോപ്റ്ററിന് വാടക കൊടുത്തതെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അവിടെ കൊണ്ടുവന്നതിന് അവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാം. അപ്പോൾ അവർ പറഞ്ഞു അത് പറ്റില്ല, ഞങ്ങളുടെ ഹെലികോപ്റ്റർ ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ ആയിരിക്കണം, അത് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് പാർക്കിംഗ് കാശ് വേറെയും കൊടുക്കണമെന്ന് പറഞ്ഞു. അല്ലാക്കിൻ്റെ കഞ്ഞിയായില്ലേ. പിണറായി വിജയൻ തൊട്ടോടം അങ്ങനെ കേരളത്തിന് പച്ചടി കയറ്റായിരുന്നില്ല. LDF ഒരു എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് ഒക്കെ ശരിയാക്കി അടിച്ച് കഴുകി തേച്ച് കഴുകിയാണ് അങ്ങനെ ഇറങ്ങിപ്പോയത്. ഇപ്പോൾ രണ്ടാമത് പ്രളയം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. ആ പ്രളയം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു പറയുമ്പോൾ പിണറായി വിജയൻ്റെ കുറ്റമായിട്ട് പറയാനില്ല. പക്ഷെ ഇപ്പോൾ വി.ഡി. സതീശൻ ഈ മഴ ഇങ്ങനെ നിർത്താതെ പെയ്യണ സമയത്ത് ഹെലികോപ്റ്ററിൽ കയറി പോയിന്നും പറഞ്ഞൊരു വിശേഷം. ഹെലികോപ്റ്ററിൽ കയറി പോയിന്ന് മാത്രമല്ല, ബിരിയാണി കഴിക്കാൻ പോയിന്ന്. എവിടെ ബിരിയാണി കഴിക്കാൻ പോയത്? ഈ 2 ദിവസം മുമ്പ് മലപ്പുറത്താണ് വി.ഡി. സതീശൻ്റെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ ചില പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പരിപാടിക്ക് 31-ാം തീയതി മഴ പെയ്യുമെന്ന് പറഞ്ഞപ്പോൾ കാലാവസ്ഥാ നിരീക്ഷകരൊക്കെ വന്ന് അങ്ങനെ യെല്ലോ എന്ന് പറഞ്ഞൊരു പ്രതിഭാസമുണ്ട്. അപ്പോൾ അത് കാലവർഷപ്പാത്തി രൂപം കൊണ്ടിട്ടുണ്ട്. അപ്പോൾ മഴക്കാല കെടുതികൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവലോകന യോഗം ചേർന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലയിലും അതാത് ജില്ലയിലെ മന്ത്രിമാർക്ക് എല്ലാ ജില്ലയിലും ചുമതല കൊടുത്ത് അതാത് കളക്ടർമാർക്കൊക്കെ അവർ വിളിച്ച് 2 കോടി രൂപ വെച്ച് എല്ലാവർക്കും അടിയന്തരമായിട്ട് ഫണ്ടുകൾ അനുവദിച്ച് പഞ്ചായത്തുകൾക്കൊക്കെ ക്ലീനിങ് ശുചീകരണ ഫണ്ടായിട്ട് 25,000 രൂപ എല്ലാ പഞ്ചായത്തിനും കൊടുത്ത് പോരെങ്കിൽ ഇനിയും അതിനുള്ള സംവിധാനം ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി പിറ്റേ ദിവസവും എങ്ങോട്ട് പോണ്? മലപ്പുറത്തേക്ക് പോണ്. അവിടെ ചെന്ന് കാറിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇവരെല്ലാവരും വിളിച്ചു ചോദിക്കേണ്ടത് എന്തായി, മഴയുടെ കാര്യങ്ങൾ എന്തായി, വല്ല കുഴപ്പമുണ്ടോ, ഞാൻ വരണമെന്നൊക്കെ ചോദിച്ചപ്പോൾ എല്ലാം വേണ്ട CM പറഞ്ഞ ഞങ്ങളൊക്കെ ഇവിടെ നോക്കിക്കോളാം എല്ലാ മന്ത്രിമാരും ഓരോ ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് കൊടുക്കണ്. അഡീഷണൽ സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയൊക്കെ ഉഷാറായിട്ട് രംഗത്ത് വേണ്ട നിർദ്ദേശമൊക്കെ കൊടുത്ത് നിൽക്കണം. ഉദ്യോഗസ്ഥന്മാരും തൊഴിലാളികളും ഒക്കെ ചേർന്ന് നിൽക്കണം. മഴക്കാലത്ത് ഉണ്ടാവണ കെടുതികളെ നേരിടാൻ വേണ്ടി എല്ലാവരും സന്നദ്ധരായി സജ്ജരായിട്ട് നിൽക്കുകയാണ്. മുഖ്യമന്ത്രി നേരത്തെ നിശ്ചയിച്ച പരിപാടിക്ക് മലപ്പുറത്തേക്ക് പോകണം. അവിടെ പോണ വഴിയും കാറിലൊക്കെ വിളിച്ച് ചോദിക്കേണ്ടത് എന്തായിരിക്കുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, CM പരിപാടിയിൽ പങ്കെടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ മലപ്പുറത്ത് ചെന്ന് ഏതാണ്ട് ഉച്ചയ്ക്ക് 3 മണിയായി, വെള്ളം കുടിച്ചിട്ടില്ല. അപ്പോൾ ഉച്ചയ്ക്ക് 3 മനുഷ്യനിലെ ഭക്ഷണം കഴിക്കണ്ടേ. ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ ഹരിദാസ് എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിലാണ് ഭക്ഷണം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മലപ്പുറംകാരാണെന്ന് അറിയാല. അവർ ഒരാൾ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവർ മേശപ്പുറത്ത് നിറച്ച് ഇത് മറ്റേന്നൊക്കെ പറഞ്ഞ് ഓരോ വിഭവം നിരത്തി വയ്ക്കും. പണ്ടില്ലേ പാട്ടി പറഞ്ഞാൽ അപ്പത്തരങ്ങളെല്ലാം കൂമ്പാരമായി, അമ്മായി ചുട്ടുപറ്റത് മരിമോനിക്കായി, ഹരിദാസ് ചുട്ടുപറ്റത് സതീശിനിക്കായി എന്ന് പാടേണ്ടി വരും. ഇപ്പം അത്രത്തോളം വിഭവങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. ഇതൊക്കെ മുഖ്യമന്ത്രി പൊതുവെ അല്പം ഭക്ഷണം കഴിക്കുന്ന ആൾ തന്നെയാണ് സതീശൻ. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ എടുത്ത് പുള്ളി കഴിച്ചത്. ആരാണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്തത് അപ്പം തന്നെ ഫോട്ടോ എടുക്കലും കഴിഞ്ഞ് അവർ അപ്പം തന്നെ പോസ്റ്റ് ചെയ്യലും കഴിഞ്ഞ്. അപ്പോൾ ഇവിടെ മഴ പെയ്ത് ആളുകൾ നനഞ്ഞു കുതിർന്ന് കോഴിയുടെ പോലെ ഓരോ തുരുത്തിലും ഒറ്റപ്പെട്ട് നിൽക്കുന്ന മനുഷ്യർ, പല ജീവനുകളും പൊലിഞ്ഞു പോയേക്കണ്, പലർക്കും കിടപ്പാട് ഒഴുകിപ്പോയി. അപ്പോൾ മുഖ്യമന്ത്രി മലപ്പുറത്ത് പോയി കോഴി ബിരിയാണി കോഴിക്കാലും കടിച്ചിരിക്കണ പടം വിട്ടെന്നും പറഞ്ഞ് അപ്പോൾ മുഖ്യമന്ത്രിയുടെ നേർക്ക് പിന്നെ അതും പറഞ്ഞായി പരാമർശം.
അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിന് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള ഇടപാടുണ്ടായത്. അത് നിങ്ങളന്ന് ഹെലികോപ്റ്റർ എടുത്ത് പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെതിരെ നിങ്ങൾ വമ്പിച്ച പുക്കാറുണ്ടാക്കിയ ആളുകളല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ അതിൽ കയറി പോയെന്ന് ചോദിച്ചു. നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാര്യത്തിന് വേണ്ടി പോയാലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വി ഡി സതീശൻ തിരിച്ചും കൊടുത്ത്, അതെ ഞാൻ എൻ്റെ കാര്യത്തിന് പോയി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഒരു ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടിയിട്ട് 1-2 ആളുകൾ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവർ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിനെ കണ്ടിട്ടാണ് വന്നത്. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വന്ദേ ഭാരത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറ്റില്ല, അവർക്ക് പിറ്റേ ദിവസം തന്നെ ഡൽഹിയിലേക്ക് വെളുപ്പിന് പോകണം. അതുകൊണ്ട് CM എത്ര നേരത്തെ എത്തണം എന്ന് പറഞ്ഞപ്പോൾ ഈ ഹെലികോപ്റ്ററിൻ്റെ കാര്യം ഓർത്ത് അതിന് കേരളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി അവരെ കാണാൻ പോയത്. അല്ലാണ്ട് ഞാൻ പാർട്ടി സമ്മേളനത്തിനല്ല പോയത്. അത് പിണറായി വിജയൻ ഒറ്റ കൊട്ടുകൊട്ടിയതാണ്ടാ, നെറുനിലയ്ക്ക് ഒറ്റടിയടിച്ച്. തൃശ്ശൂരാണെന്നാട്ടോ ഓർമ്മ. അവിടെ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ ഈ പുള്ളിക്കാരൻ അവിടെ പോയി ഹെലികോപ്റ്ററിൽ ഇറങ്ങിയേക്കണത്. പാർട്ടി സമ്മേളനത്തിന് പോയ ഹെലികോപ്റ്ററിൽ മാസം 80 ലക്ഷം രൂപ കൊടുത്ത് വാടകയ്ക്ക് എടുത്തേക്കാണ്. മിനിമം 25 മണിക്കൂർ പറക്കാൻ പറ്റും 80 ലക്ഷം രൂപയ്ക്ക്. 25 മണിക്കൂർ മിനിമം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറക്കണ ഓരോ മണിക്കൂറിനും 90,000 രൂപ വെച്ച് എക്സ്ട്രാ കൊടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കണേ. 50 കോടി രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്വന്തമായിട്ട് കേരളത്തിനൊരു ഹെലികോപ്റ്റർ മേടിക്കുക, നല്ല ഹെലികോപ്റ്റർ മേടിക്കുക. അല്ലെങ്കിൽ നേവിയുടെ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുക അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ. എല്ലാ ദിവസവും ഹെലികോപ്റ്ററിലല്ല ഓടേണ്ടത്. അല്ല, പിണറായി വിജയൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഹെലികോപ്റ്ററിന് കൊടുത്തെങ്കിൽ മതിയായിരുന്നിട്ട്. കാരണം 40 വണ്ടി അകമ്പടിയോടുകൂടി തലങ്ങും വിലങ്ങും ഓടി കിടക്കായിരുന്നില്ല. ഒരാളെ മരുന്ന് മേടിക്കാൻ പോകാൻ പോലും വഴി കിടപിടൂലായിരുന്നില്ല പോലീസുകാരപ്പം. അപ്പോൾ ആ പുള്ളിക്കാരൻ അന്ന് ഹെലികോപ്റ്റർ മേടിച്ചു കൊടുത്തെങ്കിൽ കുറേ നാട്ടുകാർക്ക് നേരെ വഴി കിടക്കാൻ പറ്റിയാണ്. അതും ഉണ്ടായില്ല. അപ്പോൾ എല്ലാം കുട്ടിച്ചോറാക്കി. അവസാനം പുള്ളി പാർട്ടി സമ്മേളനത്തിൽ ഹെലികോപ്റ്റർ എടുത്ത് പോയി. അപ്പോൾ പാർട്ടി സമ്മേളനത്തിന് ഹെലികോപ്റ്റർ എടുത്ത് പോയി കഴിഞ്ഞപ്പോൾ പാർട്ടിക്കാരെന്നത് പത്രക്കാരെ കഴിഞ്ഞ് പുകിലായി കഴിഞ്ഞപ്പോൾ എന്തുട്ടാ പറഞ്ഞത്, അത് പാർട്ടി കൊടുക്കും ആ കാശ്. ഞങ്ങൾ ഹെലികോപ്റ്റർ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പാർട്ടി കൊടുക്കും. ഞങ്ങളുടെ നേതാവ് ഹെലികോപ്റ്ററിൽ വന്ന് നല്ല ഡീസൻ്റ് ആയിട്ട് നല്ല ഗമയോട് കൂടി പാർട്ടി സമ്മേളനത്തിന് വന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കാശ് ഞങ്ങൾ കൊടുക്കും, CPM കൊടുക്കും, പാർട്ടിക്കാർ കൊടുക്കും. പത്രക്കാർക്ക് ഇതിൽ എന്തുട്ടാ കാര്യം എന്ന് ചോദിച്ച്. അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നാളെ ഇതുവരെ ആയിട്ട് 5 നയാ പൈസ 5ൻ്റെ കാശ് പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ പാർട്ടി സമ്മേളനത്തിന് വേണ്ടി കൊടുത്തിട്ടില്ല. വെറുതെ ബെഡായി വരണല്ലാണ്ട് വല്ലതും നടന്ന ഇത് തന്നെ സതീശൻ ചോദിച്ചാൽ എവിടെ കൊടുത്തതിൻ്റെ കണക്കെവിടെ? അന്ന് പാർട്ടി സമ്മേളനത്തിന് പോയി എന്നെ കൊണ്ട് വേറെ ഒന്നും പറയിപ്പിക്കണ്ട, മുഖത്ത് നോക്കി വേറെ ഒന്നും പറയിപ്പിക്കണ്ടെന്ന് സതീശൻ പറഞ്ഞ്. ഞാൻ പോയത് കേരളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ 1 രൂപ ഞാൻ പോയതിന് ചിലവഴിച്ചിട്ടില്ല. കാരണം 18/9/2026 വരെ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തേക്കണ കരാർ ഉറപ്പിച്ചേക്കല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന്. ആ കരാർ മാറ്റി എഴുതാൻ പറ്റൂല. മാറ്റി എഴുതിയാൽ അല്ലെങ്കിൽ കാശങ്ങൾ കൊടുക്കണം. 80 ലക്ഷം രൂപ മാസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ ഈ നവംബർ 18-ാം തീയതി വരെ കൊടുക്കണം എന്ന് പറയുന്നത്. അങ്ങനെയാണ് കരാർ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്. ആ പുള്ളിക്കാരൻ ഇനി 3.0 ആവർത്തിച്ച് വീണ്ടും ഭരണത്തിൽ വരാൻ പറ്റും. ഇപ്പോൾ ഭരണചക്രം പിടിച്ച് തിരിക്കുന്ന സമയത്ത് ഹെലികോപ്റ്റർ വേണമല്ലോ. അങ്ങനെ പറഞ്ഞ് അങ്ങനെ എടുത്തിട്ടിരുന്നാണ് ഹെലികോപ്റ്റർ. അതിന് ഈ DGP റവാദ ചന്ദ്രശേഖരൻ വന്ന് സർക്കാരിനടുത്ത് അങ്ങനെ ഒരു കത്ത് കൊടുത്ത് 18/9/26 വരെയാണ് ഇതിൻ്റെ കരാറുള്ളത്. മാസം 50 ലക്ഷം 80 ലക്ഷം രൂപ കൊടുക്കണം. ഇനിയിപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, അതായത് ആ കരാറൊക്കെ നീട്ടി നമ്മൾ വേണമെങ്കിൽ മേടിക്കാം, കുറച്ച് പൈസ ഞാൻ എന്തെങ്കിലുമൊക്കെ അവരായിട്ട് പറഞ്ഞ് സെറ്റിൽ ചെയ്ത് സബൂർ ചെയ്ത് മേടിച്ച് തരാമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിട്ടുണ്ടായ സർക്കാർ മിണ്ടി കൊടുത്തില്ല. അപ്പോൾ DGPയുടെ കാര്യം നോക്കിയാൽ അത് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാമെന്ന് പറഞ്ഞ് സതീശൻ വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സതീശൻ അവിടെ കിടക്കണ ഹെലികോപ്റ്ററിൽ കയറിപ്പോയാലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യാത്ര ചെയ്താലും 25 മണിക്കൂർ ഫ്ലൈ ചെയ്യാം ഫ്രീ ആയിട്ട്. 50 ലക്ഷം 80 ലക്ഷം രൂപ മാസം വാടക കൊടുക്കുന്നതിന്. അപ്പോൾ ഈ സതീശൻ ഈ ബിസിനസ്സിന് പണം ഇറക്കാൻ വേണ്ടി കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന ആളുകളെ കാണാൻ പോയതിന് 1 രൂപ ചിലവായിട്ടില്ല എന്ന് പറയുന്നത്. അവിടെ വെറുതെ നടന്നാൽ ഈ ഹെലികോപ്റ്ററിന് 80 ലക്ഷം രൂപ കൊടുക്കണം. ഒറ്റ പൈസ അതിന് വേണ്ടി ചിലവഴിച്ചിട്ടില്ല. എൻ്റെ വീട്ടിൽ ഉപ്പും മുളകും മല്ലിയും മേടിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോയത്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് തുണിയും മണിയും മേടിക്കാനല്ല ഞാൻ പോയത്. പാർട്ടി സമ്മേളനത്തിലല്ല പോയത്. കൂടുതൽ ഭർത്താവിനെ കൊണ്ട് പറയിപ്പിക്കേണ്ടെന്ന് സതീശൻ പറഞ്ഞ്. നോക്കണേ, ഓടയമ്പരാനും പിടിച്ചിട്ടുള്ള കാലം. ഈ 80 ലക്ഷം രൂപ വാടക കൊടുക്കണം ഒരു മാസത്തേക്ക്. കൂടാതെ 25 മണിക്കൂറേ പറക്കാൻ പറ്റുള്ളൂ. 25 മണിക്കൂറിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മണിക്കൂറിനും 90,000 രൂപ വെച്ച് അങ്ങോട്ട് കൊടുക്കണം. 10,000 രൂപ കൂടി ഇങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് കടം കയറി മുടിഞ്ഞ് ഈ 10 കൊല്ലക്കാലം കൊണ്ട് കാശ് എത്ര കൊടുത്തത്? ഇമ്മിണി കൊടുത്തല്ല, 50 കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞെന്ന് ആലോചിച്ച് നോക്കിയേ. ആ 50 കോടി നീക്കിയിരിപ്പുണ്ടായിരുന്നു എന്തൊക്കെ ചെയ്യാൻ പറ്റിയേനെ.
അപ്പോൾ അങ്ങനെ കുട്ടീശ്വരം മുടുത്ത് ഇത് മുഴുവൻ നശിപ്പിച്ച ആളുകൾ പറയുന്നത് സതീശൻ ഈ കേരളം മുഴുവൻ തൊള്ളം മഴ പെയ്യുമ്പോൾ അവിടെ പാണക്കാട് അവിടെ അങ്ങോട്ട് പോയി, പാണക്കാട് വീട്ടിലാണെന്ന് പറഞ്ഞില്ല, മലപ്പുറത്ത് ചെന്നിട്ട് അവിടെ അങ്ങാണ്ട് പോയി ഇന്ന് കോഴി ബിരിയാണി, കോഴിയുടെ മുത്തൻ മുഴുവൻ കാല് കടിച്ചു പറിക്കണം, ചിത്രം കൊടുത്തിട്ടുണ്ട്, യൂട്യൂബിൽ ഇട്ടേക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പരാതി. ഒന്ന് ആലോചിച്ച് വെക്കണം. അപ്പോൾ സതീശൻ അതിന് പറഞ്ഞതേ അതിപ്പോൾ മഴ പെയ്താലും ദുരന്തം ഉണ്ടായാലും അത് ദുരന്തത്തിനൊക്കെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധനായിട്ട് നിൽക്കണ മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. കോവിഡിന് ഉപ്പയും പ്രളയമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ പട്ടിണി കിടന്ന് ഉപവാസം എടുത്ത് ആണ് ഈ ആളുകൾക്കൊക്കെ സഹായം എത്തിച്ചു കൊടുത്തത്. എനിക്കറിയാൻ പാടില്ലാട്ടോ, എനിക്ക് തെറ്റിപ്പോയി, എനിക്ക് തെറ്റിപ്പോയി, ഞാൻ ഭക്ഷണം കഴിച്ചു പോയി, ഇനി മേലാലും ഞാനത് കഴിക്കൂലാട്ടാ എന്ന് പറഞ്ഞ് സതീശൻ പിണറായി വിജയൻ്റെയും CPM-കാരൊക്കെ കാരണം പൊത്തി ഒരൊറ്റ അടി ഇങ്ങോട്ട് കൊടുക്കുന്നതിന് തുല്യമായിപ്പോയി. ഉടുമുണ്ട് തുണി അഴിഞ്ഞ് റോട്ടിൽ വീണ വെറുതെ ബരയൻ നിക്കറ് മാത്രം ഇട്ട് നിൽക്കുന്ന അവസ്ഥയിലേക്ക് മാറി പിണറായി വിജയനും ബാക്കി ആളുകളൊന്ന് ആലോചിച്ച് നോക്കണേ. ഒരു കേരളത്തിൽ പണം മുടക്കാൻ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന ആളുകൾക്ക് പിറ്റേ ദിവസം വെളുപ്പിന് തന്നെ അവർക്ക് ആ ഫ്ലൈറ്റിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി വന്ദേ ഭാരതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്ന മുഖ്യമന്ത്രി അതിലും വേഗത്തിൽ എത്താൻ വേണ്ടി മാസം 80 ലക്ഷം രൂപ കൊടുത്ത് വാടകയ്ക്ക് എടുത്തിട്ടേക്കണ ഹെലികോപ്റ്റർ അതിൽ കയറിയില്ലെങ്കിൽ ഈ കാശ് കൊടുക്കണം. പിന്നെ എങ്ങനെ സതീശൻ ദൂർത്തടിച്ചെന്ന് പറയണത്? അപ്പം ഈ അന്തം കമ്മി അടിമക്കമ്മികളോട് വേറൊന്നും പറയാനില്ല. അപ്പം അതിന് കൂട്ടിക്കെട്ടിയേക്കണത് മഴ പെയ്തുകൊണ്ടിരിക്കണ ഇപ്പോൾ ഒലിച്ചു പോകും, ഡാമൊക്കെ തുറന്നു വിട്ടേക്കാണ്, ജനങ്ങൾ ഒറ്റപ്പെട്ടേക്കാണ്, മുഖ്യമന്ത്രി അവിടെ പോയി ചൂടുള്ള കോഴിക്കാരും കടിച്ചു പിടിച്ചിട്ടിരിക്കണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണേ. അപ്പോഴാണ് സതീശൻ പറഞ്ഞത് ഞാൻ ഭക്ഷണം കഴിക്കാണ്ടിരിക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടാ. മഴയൊക്കെ കോരിച്ചൊരിയുന്ന സമയത്ത് ഇപ്പോൾ പ്രളയം വന്നാൽ തന്നെ മുഖ്യമന്ത്രി കഞ്ഞിയും വെള്ളം കുടിക്കാൻ പാടില്ല, കട്ടൻ ചായയും പോലും കുടിക്കാണ്ട് കമ്പിളിപ്പുതപ്പൊക്കെ ഇട്ട് മൂടി കണ്ണും മാത്രം വെളിയിലാക്കി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടാ. ക്ഷമിക്കണോട്ടാ, പോട്ടേട്ടാ, സോറിട്ട, ഇനി അങ്ങനെ ഞാൻ ചെയ്യൂലട്ടാ, ഭക്ഷണം കഴിക്കൂല, ഒരു കഞ്ഞിയുടെ ഒരു പറ്റിയാൻ കഴിക്കൂല എന്ന് പറഞ്ഞേക്കണേ ഇപ്പോൾ മുപ്പിലാൻ. ഇതിലും വലിയ മണ്ടത്തരങ്ങൾ ഇനിയും കേൾക്കാൻ വേറെ വല്ലതുണ്ട്. എങ്ങനെയൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ പിന്നെ ഞങ്ങൾ പെരുവരലിമൊന്നും നെറുകന്തലും ഉച്ചന്തലയിലെ മുടി വരെ ഇങ്ങനെ വിറയ്ക്കും, വിറയ്ക്കും. അപ്പോൾ പിന്നെ മിണ്ടാണ്ടിരിക്കാൻ പറ്റൂല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഈ ഓടിപ്പാഞ്ഞ് വരുന്നത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാണ്ട് പറ്റൂല. പിന്നെ ഇനി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വരാട്ടാ. അപ്പം അങ്ങനെ ആയിക്കോട്ടെ. സലാം.